ഒരു പൊള്ളപ്പൻ ഓണാഘോഷത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ ഇത്രയും വർഷക്കാലത്തിൽ ഇത്രയും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഓണ പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റും. തിക്കിത്തിരക്കിയാണ് ബസ്സിൽ പോയതെങ്കിലും ഇപ്പോൾ വീഴും എന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. കമ്പിമേലൊക്കെ തൂങ്ങിപ്പിടിച്ച് എന്തായാലും അവിടെ എത്തി. പാലക്കാട് മണ്ണാർക്കാടിലെ തച്ചമ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ ഞങ്ങളുടെ ഗിഫ്റ്റ് എന്നുള്ള ഈ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലൊന്ന് ചോദിച്ചാൽ മതി, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ സെൻറ്ററിലെത്തി. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ഓണപ്പൂക്കള മത്സരമുണ്ട്. 3 ടീമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഡിപ്ലോമ, അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ പല കോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 3 ടീമായിട്ട് തിരിച്ചിട്ടായിരുന്നു പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റാർ ഗ്രൂപ്പ് ആയിരുന്നു. എത്തിയിട്ട് നമ്മൾ ഈ ഹാളിലാണ് കേട്ടോ, അവിടെ ട്യൂഷൻ നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സും ഞാനും കൂടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ പരിപാടികളൊക്കെ തുടങ്ങി. ആദ്യം നമ്മുടെ ഗിഫ്റ്റിൻ്റെ മുമ്പിൽ ചെറിയൊരു പൂക്കളിടണം വിചാരിച്ച് ഞാനും ടീച്ചേഴ്സും കൂടിയിട്ട് ഞങ്ങൾ ഉള്ള പൂക്കളൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ അരിഞ്ഞ് ഞങ്ങളങ്ങനെ ചെറിയൊരു പൂക്കളൊക്കെ ഗിഫ്റ്റിൻ്റെ മുന്നിൽ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ പ്രോഗ്രാംസ് ഓരോരുത്തർ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രോഗ്രാംസ് ഇതാക്കാൻ വേണ്ടിയിട്ട് അതിൽ മിസ്സ് ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്, നീ വീഡിയോ എടുക്കുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അത് ആ മെഷീൻസും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ. ഞങ്ങൾ സെൻറ്ററിലല്ല കേട്ടോ, മുകളിൽ. ഇവിടെ അധികം സ്ഥലം നമുക്ക് കുറേ പ്രോഗ്രാംസ് നടത്താണ്ടായിരുന്നുണ്ട്, സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മുകളിലൊരു ട്യൂഷൻ സെൻറ്ററൊക്കെ എടുത്തുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ പ്രോഗ്രാം. നമുക്ക് നമ്മുടെ ലൈഫിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയാറില്ലേ. സോ ആ രീതിയിലായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 ടീച്ചേഴ്സും കൂടിയിട്ട് ഗിഫ്റ്റിൻ്റെ മുന്നിൽ ഓണപ്പൂക്കളൊക്കെ ഇട്ടു. ശേഷം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോഴാണ് ട്യൂഷനൊക്കെ കഴിഞ്ഞത്, അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിസ്മാർ. ക്ലീൻ ചെയ്തു, തുടച്ചു. കാരണം പൂക്കളൊക്കെ ഇട്ട് നമ്മളെല്ലാ പ്രോഗ്രാംസും ഇവിടെ തന്നെയാണ് കണ്ടക്ട് ചെയ്യണത്. അപ്പോൾ എല്ലാം നീറ്റാക്കി. അപ്പോഴേക്കും എൻ്റെ ടീമിൽ ആൾക്കാർ വന്നു. എല്ലാവരും പൂവൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയായിരുന്നു. അങ്ങനെ ഞാനും ഷെറിയും കൂടി പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഓണപ്പൂക്കളം ഞങ്ങളായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയാക്കി. എല്ലാവരും വന്നു, എല്ലാവരും മാറ്റി. ഞാനും ഡ്രസ്സൊക്കെ മാറ്റി. അങ്ങനെ ഞങ്ങൾ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണിത്. അങ്ങനെ ഞങ്ങൾ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ്റെ റീലാണ് കേട്ടോ. കാരണം ഇന്നലെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഞങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നമ്മൾ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. അങ്ങനെയൊക്കെ നോക്കി ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ഓണപ്പൂക്കള മത്സരത്തിന് അങ്ങനെ ഞങ്ങൾക്ക് ഫസ്റ്റ് അടിച്ചു. ഞങ്ങളായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. നല്ലൊരു തീമും കാര്യങ്ങളൊക്കെ കൊടുത്ത് കളർ കോമ്പിനേഷനൊക്കെ സെറ്റായിട്ട് എങ്ങനെ ഞങ്ങൾ പൂക്കളം. ഇത് 2ാം സമ്മാനം കിട്ടിയ പൂക്കളാണ്. ഇത് 3rd കിട്ടിയ പൂക്കളാണ് കേട്ടോ. അങ്ങനെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു, മാർഗംകളി ഉണ്ടായിരുന്നു. ഇത് തിരുവാതിരക്കളിയാണ്. ഞാൻ ഇടയിലാണ് കേട്ടോ ഒക്കെ കൊടുത്തിട്ടുള്ളത്. തിരുവാതിരക്കളി ഉണ്ടായിരുന്നു, മാർഗംകളി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒപ്പന ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. എല്ലാവരും കൂടിയിട്ട് അടിപൊളി സദ്യ ഞങ്ങൾ സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പ്രോഗ്രാംസിലേക്ക് കടന്നപ്പം സൂചിയിൽ നൂല് കോർത്തിട്ട് നമ്മൾ മാല പോലെ, ഞങ്ങൾ ഫാഷൻ ഡിസൈൻ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ബട്ടൺസ് ആണ് കേട്ടോ ഞങ്ങൾ കോർത്തുകൊണ്ടിരുന്നത്. അതിൽ ഫൈനലാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എന്തായാലും സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് സെക്കൻഡ് പ്രൈസാണ് കിട്ടിയിട്ടുള്ളത്. കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഗേൾസ് മാത്രമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് എത്ര ഹാപ്പി ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പ്രോഗ്രാമിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കസേരക്കളിയായിരുന്നു. കസേരക്കളിക്ക് എന്തായാലും ഞാൻ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. ഇന്നലെ ആയിരുന്നു ശരിക്കും പ്രോഗ്രാം നടന്നത്. എങ്ങനെയാണ് ഈ ഒരു ദിവസത്തിന് പറയേണ്ടതെന്നറിയില്ല. അത്ര ഹാപ്പി ആയിരുന്നു. പിന്നെ ലെമൺ സ്പൂണും ഓട്ടം കണ്ടോ എനിക്ക് തന്നെയാണ് സെക്കൻഡ് കിട്ടിയത്. അങ്ങനെ എനിക്ക് സമ്മാനങ്ങൾ കിട്ടി ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന്. ഏറ്റവും കൂടുതൽ ട്രോഫിയും ഞാൻ തന്നെയാണ് കരസ്ഥമാക്കിയത്. ഏറ്റവും കൂടുതൽ സമ്മാനങ്ങളൊക്കെ അങ്ങനെ മേടിച്ചു, സെറ്റായി കിട്ടി. അതിന് ശേഷം
നമ്മുടെ മലയാളി മങ്ക പ്രോഗ്രാം എനിക്കിതിൽ മിസ്സായി, അത് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. മലയാളി മങ്ക പ്രോഗ്രാമും കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചൊരു എന്താ പറയുക, ഒരു ഇതും കൂടി ആണല്ലോ. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ഡിപ്ലോമയാണ്